ഈ അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫ്യൂവൽ സ്വിച്ച്, ഓയിൽ സ്വിച്ച് റണ്ണിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് വന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വിവരം വരുന്നു. 5 വർഷത്തിനിടെ ആകാശത്ത് 65 വിമാന എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായെന്ന് DGCA. എത്രയാണ്? 65 വിമാന സർവീസുകൾ 5 വർഷത്തിനിടെ. നമ്മളൊക്കെ സഞ്ചരിച്ച വിമാനം ഉണ്ടോ എന്തോ. 17 മാസത്തിനിടെ 11 മെയ്ഡേ കോളുകളാണ് എത്തിയത്. വിവരാവകാശ മറുപടിയിലാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആദിൽ പാലോട് നമുക്കിപ്പോൾ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 5 വർഷത്തിനിടയിൽ 65 വിമാനങ്ങൾ ആകാശത്ത് വെച്ച് എഞ്ചിൻ ഓഫായി പോയത്രേ. അഹമ്മദാബാദിൽ നടന്ന അപകടത്തിന് സമാനമായ രീതിയിൽ. നമ്മളൊക്കെ സഞ്ചരിച്ച വിമാനമാണോ എന്തോ. നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ല, പൈലറ്റ് നമ്മളെയൊന്നും അറിയിക്കുന്നില്ലല്ലോ. 17 മാസത്തിനിടയിൽ, അതായത് 1.5 വർഷത്തിനിടയിൽ 11 മെയ്ഡേ കോളുകൾ. മെയ്ഡേ കോൾ എന്ന് പറഞ്ഞാൽ അത് അവസാനത്തെ വിളിയാണ്. മരിക്കാൻ പോകുന്നു, അതിന് തൊട്ട് മുമ്പുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള വിളിയാണ് മെയ്ഡേ. ഹെൽപ്പ് 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 എന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോളുകൾ. അപ്പോൾ ബാക്കി എല്ലാ മെസ്സേജുകളും ATC നിർത്തിവെച്ച് ആ മെയ്ഡേ കോൾ വന്നത് എവിടെയാണ് എന്നത് മാത്രം ശ്രദ്ധിക്കണം. 11 മെയ്ഡേ കോളുകളാണ്. ഭാഗ്യം കൊണ്ടാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. നമുക്കിപ്പം അതിലുണ്ട്. അതിൽ ആശങ്കപ്പെടുത്തുന്ന മറുപടിയാണ് വിവരാവകാശ രേഖയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 17 മാസത്തിനിടെ 11 മെയ്ഡേ കോളുകൾ, 5 വർഷത്തിനിടയിൽ 65ഓളം തവണ അഹമ്മദാബാദിൽ സംഭവിച്ചതിന് സമാനമായ രീതിയിൽ എഞ്ചിൻ പ്രവർത്തനരഹിതമാവുക എന്നുള്ളത്. നമ്മളൊക്കെ സഞ്ചരിച്ച വിമാനങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവും അല്ലേ ആദിൽ പാലോട്? ഉറപ്പായും അങ്ങനെ ഒരു ആശങ്കയാണ് അരുൺകുമാർ ഇപ്പോൾ നിലനിൽക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സംബന്ധിച്ചുള്ള DGCAക്ക് നൽകുന്നത്. അവർ നൽകിയ മറുപടിയിലാണ് ഞെട്ടിക്കുന്ന, ഒരുപക്ഷെ അരുൺ പറഞ്ഞതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ ഉള്ളത്. 17 മാസത്തിനിടെ 11 മെയ്ഡേ കോളുകളാണ് വിവിധ എയർപോർട്ടുകളിൽ ATCകളിലേക്ക് ലഭിച്ചത് എന്നതാണ് ഈ കണക്കിൽ പറയുന്നത്. കൃത്യമായ കണക്കാണ്. 5 വർഷത്തിനിടെ ആകാശത്ത് പ്രവർത്തനരഹിതമായതാകട്ടെ 65 വിമാന എഞ്ചിനുകളാണ് എന്നതാണ്. നമ്മൾ ഒരുപക്ഷെ ഈ വിമാനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഇത് അറിയുന്നതെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്ത വിമാനത്തിലും ഇതുണ്ടായേക്കാം. വിവരങ്ങൾ DGCA തന്നെയാണ്. ഈ DGCA നമുക്കറിയാം, വ്യോമയാന മേഖലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. അവർ തന്നെ അറിയിക്കുന്നതാണ്. ഈ 17 മാസത്തിനിടെ 11 മെയ്ഡേ കോളുകൾ വന്നിരിക്കുന്നു. 5 വർഷത്തിനിടെ ആകാശത്ത് 65 വിമാന എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരം ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അത് ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരമാണ് വന്നത്. അപ്പോൾ വിമാനയാത്രക്കാരെ സംബന്ധിച്ചൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരിക്കും. അതുകൊണ്ടാണ് ബോയിങ് ഇപ്പോൾ അത് പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നറിയുന്നത്.